പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയ ഒരു ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് തന്നെ നിങ്ങളുടെ നിയോഗങ്ങൾ ഒന്ന് സമർപ്പിക്കാമോ? കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പിക്കേ. പലവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ അതെന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ആ അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ വലിയ സ്നേഹം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങൾക്ക് അത്ഭുതകരമായൊരു ദൈവശക്തി അനുഭവിക്കാൻ തക്കവണ്ണം ഉണർവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് വേണം. ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തിയും ബലവും വേണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവിൻ്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ചേർന്നു ഉണർവിൻ്റെ വലിയ കൃപ, ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളെ ജീവിക്കാനുള്ള കൃപ നമുക്ക് ചേർന്ന് കയ്യൊക്കെ അടിച്ച് നമുക്കറിയാവുന്നൊരു ഗാനത്തിന്റെ വരികളാണ് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. ഞങ്ങൾ വരുന്നു, ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ചേർന്ന് പാടാമോ? നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. കൈകൾ അടിച്ച് ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു, ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, ഉണർവിന്റെ ആത്മാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും പൈശാചിക പീഡകളും കർത്താവിൻ്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. രോഗികളായിട്ടുള്ളവർ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. മാനസിക ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ കർത്താവിൻ്റെ ആത്മാവിനാൽ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് സൗഖ്യം പ്രാപിക്കട്ടെ. ഓ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വലിയൊരു അഭിഷേക ശുശ്രൂഷയിൽ നമ്മളെ ചേർത്തിരുത്തിയിരിക്കുകയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കൈകളൊക്കെ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരേക്കൊന്ന് വിളിക്കണം. എന്നിട്ട് പറയണം, ദാ ഈ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ സന്തോഷത്തോടെ അവർക്കൊരു സ്തുതി കൊടുത്താലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ നമ്മളായിരിക്കുന്നിടങ്ങളിൽ ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കുഞ്ഞു വചനം നമുക്ക് സമ്മാനിക്കുകയും വളരെ വലിയ ഒരാത്മീയ സത്യം ഓർമ്മപ്പെടുത്തുകയുമാണ്. പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ള പുസ്തകത്തിൻ്റെ പേരെന്താണ്? അത് യൂദാസിൻ്റെ പുസ്തകമാണ്. ആരുടെ പുസ്തകം? യൂദാസിൻ്റെ പുസ്തകം. യൂദാസിൻ്റെ പുസ്തകം ഒരു കുഞ്ഞു പുസ്തകമാണ്. വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ അതൊന്ന് വായിക്കാനൊന്ന് പരിശ്രമിക്കണം. അതിലെ ഒരു ചെറിയ വചനം, യൂദാസിൻ്റെ പുസ്തകം 23-ാം തിരുവചനം. ആ വചനം ഇങ്ങനെയാണ്: അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ എന്ന് പറഞ്ഞേ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഈ വചനം വഴി ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും? അഗ്നിയിൽ അകപ്പെട്ടവർ. തിരുസഭ ഇതിന് കൊടുക്കുന്ന കൃത്യം വ്യാഖ്യാനം അത് ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചാണ്. ശുദ്ധീകരണ സ്ഥലം, പർഗട്രി.
നമ്മൾ ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ മേഖലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ വെളിച്ചം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിങ്ങൾക്ക് ലഭിക്കണം. കാരണം മരണത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഈ ഭൂമിയിൽ നമ്മൾ ചിന്തിക്കുകയും ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആവശ്യമല്ല, അത്യാവശ്യമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്രകാരമുള്ള വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയും കുടുംബത്തിൽ ചർച്ച ചെയ്യുകയും പ്രാർത്ഥനാ വിഷയമാക്കുകയും ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമ്പോൾ അടുത്ത തലമുറ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രണ്ടാമത്തെ കാര്യം, മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ ഭൂമിയിൽ അവർ ചെയ്ത പാപങ്ങളും കടങ്ങളും പൊറുതിക്കു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാനും നമുക്കുണ്ട് ഒരു വലിയ കടമ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുവഴി അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കും. സ്വർഗത്തിലായിരിക്കുന്നവർ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ ഈ വിഷയങ്ങൾ പഠിക്കുന്നത് വഴി പ്രാർത്ഥിക്കുന്നത് വഴി നമുക്കെല്ലാവർക്കും ലഭിക്കും. ആയതിനാൽ ഇതാ യൂദായുടെ പുസ്തകത്തിൽ പഠിപ്പിച്ചതുപോലെ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ സഹായിക്കുവിൻ എന്ന് ഈ ശുശ്രൂഷ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, തിരുസഭ എന്ന് പറയുന്നത് 3 സഭകളുടെ കൂട്ടായ്മയാണ്. ഏതൊക്കെയാണ് ഈ സഭകൾ? ഒന്ന് ചിന്തിച്ച്, ഏതൊക്കെയാണ് സഭകൾ? ലത്തീൻ റീത്ത്, സീറോ മലബാർ റീത്ത്, മലങ്കര റീത്ത്, അതാണോ? അതല്ല, അത് റീത്തുകളാണ്. 3 സഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വിജയസഭ, വിജയം വരിച്ചവരുടെ സഭ എന്ന് പറഞ്ഞാൽ അതെന്താ? സ്വർഗത്തിലുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. വിശുദ്ധർ ഈ ഭൂമി ജീവിതത്തിൽ ഈ ലോകത്തോട് യുദ്ധം ചെയ്ത് വിജയം വരിച്ച വിശുദ്ധർ ഉള്ള സ്ഥലം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും എവിടെ എത്താനാണ്? സ്വർഗത്തിൽ എത്തണമെന്നുള്ളതാണ്, വിജയസഭയിൽ എത്തണമെന്നുള്ളതാണ്. രണ്ടാമത്തെ സ്ഥലത്തെ വചനം പഠിപ്പിക്കുന്നത് എന്താണ്? അത് സമരസഭയാണ്. സമരം ചെയ്യുന്നവരുടെ സഭ. ആരാണ് ഈ സമരസഭയിലുള്ളവർ? ഞാനും നിങ്ങളുമാണ് സമരസഭയിലുള്ളവർ. സമരസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോടാണ് സമരം ചെയ്യുന്നത്? ഇത് ഈ ഭൂമിയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളോടുള്ള നമ്മുടെ സമരത്തെക്കുറിച്ചാണ്. ലോകം, പിശാച്, ശരീരം. ഈ കാര്യങ്ങളോട് നമ്മൾ സമരത്തിലാണ്. ലോകമോഹങ്ങളോട് നമ്മൾ സമരത്തിലാണ്. പിശാചിനും അവൻ്റെ ആഡംബരങ്ങൾക്കുമെതിരെ നമ്മൾ സമരത്തിലാണ്. ശരീരത്തിൻ്റെ അധമവാസനകൾക്കെതിരെ നമ്മൾ സമരത്തിലാണ്. ലോകം, പിശാച്, ശരീരം. അപ്പോൾ ഈ സമരത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും കൃത്യമായി വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. സമരം ചെയ്ത് നമ്മൾ വിജയിക്കുകയാണ്. അതുകൊണ്ടാണ് കുമ്പസാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലുന്നൊരു സുന്ദരമായ പ്രാർത്ഥനയാണ് മനസ്താപ പ്രകരണം. ആ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാളും ഞാൻ മരിച്ചോളാം, മരിക്കാനും തയ്യാറാണ്. ഓർക്കാറുണ്ടോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? പലപ്പോഴും വെറുതെ ചെല്ലുമ്പോൾ അങ്ങോട്ട് ചെല്ലിപ്പോകുന്നു. എന്നാൽ ഞാനൊരു സമരമുഖത്താണ്, ഞാനൊരു യുദ്ധമുഖത്താണ് എന്ന് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുന്ന വലിയൊരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 1 വിജയസഭ, 2 സമരസഭ, 3 സഹനസഭ, സഹിക്കുന്നവരുടെ സഭ. അതേതാണ് ഈ സഹനസഭ? ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണ ആത്മാക്കൾ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി എന്നുള്ളത് പോലെ ഒരു സ്ഥലമല്ല, മറിച്ച് അതൊരവസ്ഥയാണ്. സുറിയാനി ഭാഷയിൽ അതിനെ വിളിക്കുന്നത് വെസ്പ്രിഖാന എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുടെ കവാടം എന്നാണ് അതിൻ്റെ അർത്ഥം. ശുദ്ധീകരണ സ്ഥലം. ഈ ഭൂമിയിൽ ചെയ്തു പോയ പാപങ്ങളുടെയും കടങ്ങളുടെയും ശുദ്ധീകരണത്തിനായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പലപ്പോഴും പലരും അതിനെ ശിക്ഷയുടെ ഒരു സ്ഥലമായി ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ തിരുസഭ അതിനെ അവതരിപ്പിക്കുന്ന ശിക്ഷയല്ല, മറിച്ച് രക്ഷയുടെ കവാടമാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന്
നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗപ്രവേശനം ലഭിക്കുന്ന ഇടമായിട്ടാണ് ആ സ്ഥലത്തെ നമ്മുടെ മുമ്പിൽ തിരുസഭ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കൊച്ചു രീതിയിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് ഒരു കുഞ്ഞിനെ അമ്മ കുളിപ്പിച്ച് മനോഹരമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ഇനി ശാന്തമായിട്ട് മുറിയിലിരുത്തി. എന്നാൽ ഈ കുഞ്ഞ് അമ്മ അകത്തോട്ട് പോയപ്പോൾ പുറത്തോട്ടിറങ്ങി ആ വെള്ളത്തിലും ആ ചെളിയിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ശരീരത്തിൽ ഇച്ചിരി അഴുക്ക് പറ്റി. അപ്പോൾ ഈ അമ്മ തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്തു ചെയ്യും? അല്പം ശാസിച്ചു കഴിഞ്ഞാലും ഈ കൈയും കാലും ഒക്കെ വീണ്ടും കഴുകി ആ കുഞ്ഞിനെ വീണ്ടും റെഡിയാക്കി അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത് പോലെ തന്നെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഏതെങ്കിലും പാപങ്ങളോ കടങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു സൗഖ്യത്തിന് വേണ്ടി ചില സഹന വഴികളിലൂടെ കടന്നു പോകുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നമ്മളെ വീണ്ടും കുളിപ്പിച്ച് റെഡിയാക്കി സ്വർഗപ്രവേശനം നൽകുകയാണ്. പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇതിനെക്കുറിച്ച് ഇത് എവിടെ എഴുതി വച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില പരാമർശങ്ങളുണ്ടെങ്കിലും കൂടുതലും നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് തിരുസഭയുടെ പഠനങ്ങളുണ്ട്. പ്രത്യേകിച്ച് 1274 രണ്ടാം ലിയോൺസ് കൗൺസിലാണ് ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നുള്ള വലിയ യാഥാർത്ഥ്യത്തെ തിരുസഭയുടെ ഒരു പഠനമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ ചരിത്രം പഠിച്ചാൽ എല്ലാ വിശുദ്ധർക്കും ഈ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് വലിയ ശ്രദ്ധയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചാവറ പിതാവ്, ഈ ചാവറ പിതാവ് എഴുതി വച്ചിരിക്കുന്ന ഒരു കഥ പോലത്തെ ഒരു കാര്യം, അതായത് ഒരാൾ മരിക്കാൻ കിടക്കുവാണ്. അയാൾക്ക് എത്രയും വേഗം മരിക്കണം, കാരണം ഇനി ഈ ഭൂമിയിൽ ഇനി ഇവിടെ സഹിച്ച് കിടക്കാൻ താല്പര്യമില്ല, മരിക്കണം. അപ്പം ഇയാൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് മരിക്കണം മരിക്കണം മരിക്കണം. അപ്പോൾ ഒരു മാലാഖ ഇയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഈ മാലാഖ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് ആഗ്രഹം? എനിക്ക് മരിക്കണം. അപ്പോൾ മാലാഖ പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരും. ഈ ഭൂമിയിലാണെങ്കിൽ 30 വർഷം നിങ്ങൾ സഹിക്കേണ്ടി വരും എന്ന് വെച്ചോ. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ 3 ദിവസം നിങ്ങൾ സഹിച്ചാൽ മതി. അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം പറയും, അത് മതി, 3 ദിവസത്തെ സഹനമാണ് എനിക്ക് വേണ്ടത്, 30 ദിവസം സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മാലാഖ പറയും, അങ്ങനെയല്ല, 3 ദിവസത്തെ നിങ്ങളുടെ സഹനം നിങ്ങൾക്ക് 300 വർഷത്തെ സഹനമായിട്ടൊക്കെ തോന്നും. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അതൊന്നും സാരമില്ല, എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. അങ്ങനെ മാലാഖ ഇദ്ദേഹത്തെ ഒരു സ്വർഗീയ ദർശനം പോലെ കൂട്ടിക്കൊണ്ടു പോവാണ് ശുദ്ധീകരണ സ്ഥലത്തേക്ക്. എന്നിട്ട് മാലാഖ അപ്രത്യക്ഷമായി. മാലാഖ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പം ഇദ്ദേഹത്തിന് ആ മാലാഖ പിന്നീട് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്ത 100-300 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്നാൽ ഈ മാലാഖ വന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, വെറും 3 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ തനിക്ക് തോന്നിയത് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞുവെന്നാണ്. മാലാഖ വെറും 3 മണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. ഈ കഥ ചാവറ പിതാവ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുമ്പോൾ ചാവറ പിതാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സഹനത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. കാരണം അത്രമേലുള്ള ഒരു സഹന പീഡകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞ മേഖല നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയപ്പെടാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ പ്രത്യാശയോടുകൂടെ ഉൾക്കൊള്ളാൻ തിരുസഭ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്കും കടങ്ങൾക്കും പൊറുതിയായി ഇതാ ഒരു ശുദ്ധീകരണ പ്രക്രിയ നമുക്കുണ്ട്, സ്വർഗപ്രവേശനമുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആർക്കാണ് ശുദ്ധീകരണ സ്ഥലം ഉള്ളതെന്ന് ചോദിച്ചാൽ സ്വർഗപ്രവേശനമുള്ളവർക്കാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മരണസമയത്ത് ആ വ്യക്തി ഈ ഭൂമിയിൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടുമൊക്കെ ചേർന്നിരുന്നൊരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗീയ പ്രവേശനം ആ വ്യക്തിക്കുണ്ട്. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും അത്രമേൽ നിഷേധാത്മകമായി പെരുമാറുകയും അനുതപിക്കാതെ ആ വ്യക്തി മരിക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് നിത്യമായ നരകമാണ് കാത്തിരിക്കുന്നത്.
ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഒരു വ്യക്തിയുടെ മരണശേഷം ആ വ്യക്തി ഈ ഭൂമിയിൽ ചെയ്തു പോയ പാപങ്ങളും കടങ്ങളും, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം ഒരുങ്ങിയിട്ടാണ് മരിച്ചതെങ്കിലും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളും കടങ്ങളുടെയും പൊറുതിക്ക് ഇതാ ശുദ്ധീകരണ സ്ഥലത്തിലെ വലിയ പ്രാർത്ഥനകൾ നമുക്ക് അനുഗ്രഹമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അനേക വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ബന്ധം വളരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫ്ലോറൻസിലെ വിശുദ്ധ ആൻ്റണി, സെയിൻറ്റ് ആൻ്റണി ഓഫ് ഫ്ലോറൻസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥ ഇങ്ങനെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെയൊക്കെ ആശ്രമത്തിനെയൊക്കെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ മരിച്ചു. സ്വാഭാവികമായിട്ട് ഈ ആശ്രമ അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ മറന്നു. പ്രാർത്ഥിച്ച് ഇവർ ഇദ്ദേഹത്തെ മറന്നു. എന്നാൽ കുറേ നാൾ കഴിഞ്ഞ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ആൻ്റണി, ഫ്ലോറൻസിലെ ആൻ്റണി എന്ന് പറയുന്ന ഈ ആശ്രമത്തിലെ അംഗത്തിൻ്റെ മുമ്പിൽ ഇതാ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പം ഇദ്ദേഹം ചോദിച്ചു, ഇത്രയും നാൾ ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, ആ പ്രാർത്ഥനകളൊന്നും ആയില്ലേ? അപ്പം അദ്ദേഹം പറയുകയാണ്, ആ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായി. അതെന്താണെന്നറിയാവോ? ഞാൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടിയിരുന്ന ചില പ്രാർത്ഥനകളുണ്ട്. എനിക്ക് മുമ്പേ ജീവിച്ചിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു കടമയുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തില്ലായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വഴി ആ കാര്യങ്ങൾക്കൊരു കടങ്ങളും പൊറുതിയും കിട്ടി. ഇനി നിങ്ങളുടെ പ്രാർത്ഥന തുടരണം. കാരണം എൻ്റെ കാര്യം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊരു കടമായിട്ട് അവിടെ കിടക്കും. നമ്മുടെ ജീവിതത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒരു ഔദാര്യമായിട്ട് കണക്കാക്കരുത്. പലരും ചിന്തിക്കുന്ന ഒരു ഔദാര്യമാണ്. ഔദാര്യമല്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയാൽ എത്ര നാൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്? 31 ദിവസം, 41 ദിവസം, ഒരു വർഷത്തേക്കുമല്ല. എല്ലാ വർഷവും നവംബർ മാസം 2-ാം തീയതി അവിടെ പോയിട്ട് റീത്ത് വെച്ച് പോരാനല്ല, മറിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എത്ര നാൾ? നമ്മുടെ മരണം തോളും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എപ്പോഴാണ് അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവരെ ഓർക്കണം. നമ്മൾ അർപ്പിക്കുന്ന എല്ലാ പരിശുദ്ധ ബലികളിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമയുണ്ട്. എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കടങ്ങളും പാപങ്ങളും നമുക്കറിയാമെങ്കിൽ ആ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിനുള്ള പരിഹാര പ്രവർത്തികൾ ചെയ്യണം. നമുക്കൊക്കെ ഇഷ്ടം പോലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ അറിയാമല്ലോ. ജപമാല ചൊല്ലിയും കരുണക്കൊന്ത് ചൊല്ലിയും കുരിശിൻ്റെ വഴി ചൊല്ലിയും അതോടൊപ്പം തന്നെ പരിശുദ്ധ ബലിയിൽ പങ്കെടുത്തും പാപപരിഹാര പ്രവർത്തികൾ ചെയ്തും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഭൂമിയിൽ സഹിക്കുന്ന സഹനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് രോഗികളാണെങ്കിൽ ആ രോഗം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അത് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരും. ഈ കാലഘട്ടത്തിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ അവർ ഓർക്കണം. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന കുഞ്ഞു പ്രാർത്ഥനയാണ് ഏത്? മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാക്കണമേ. അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന, ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും. കണ്ടോ, കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന വീടും നാടുമൊക്കെ നമുക്ക് കിട്ടിയത് പൂർവ്വപിതാക്കളിൽ നിന്നാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും പ്രാർത്ഥിക്കാനൊക്കെ വിട്ടുപോയെങ്കിൽ, പ്രാർത്ഥിച്ചത് മതിയെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ ശുശ്രൂഷ നിന്നോട് ഓർമ്മപ്പെടുത്തുന്നു, നീ മടുക്കരുത്, നീ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലേ അടുത്ത തലമുറ നിനക്ക് വേണ്ടിയും പ്രാർത്ഥിക്കൂ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കൂ. എന്നും നമ്മുടെ പ്രാർത്ഥനയിൽ മരിച്ചുപോയവർക്ക് വേണ്ടി ചെയ്യണം. കാരണം ആ നമ്മുടെ പ്രാർത്ഥന അവർക്ക് സ്വർഗപ്രവേശനം ലഭിക്കും. അവർ നമുക്ക് വേണ്ടി പിന്നീട് മധ്യസ്ഥം വഹിക്കും.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തുക, ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കുചേരുന്നു. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ഈ ആരാധനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മൾ പഠിച്ചു. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് അതൊരു വലിയൊരു തീരുമാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരെ മനസ്സിൽ ഓർക്കുക. പ്രത്യേകിച്ച് രക്തബന്ധത്തിൽപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ, അവരെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അയൽവാസികളുണ്ട്, ചെറുപ്പകാലം മുതൽ നിങ്ങൾ കണ്ടവരും കേട്ടവരുമായിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങളുടെ ഇടവകയിൽപ്പെട്ടവരുണ്ട്, നിങ്ങളുടെ കൂടെ പഠിച്ചവരുണ്ട്, നിങ്ങളെ പഠിപ്പിച്ചവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം അനുഭവിച്ചവരുണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ പ്രാർത്ഥന, കർത്താവേ, അവരുടെ എല്ലാ പാപങ്ങളും കടങ്ങളും പുറത്ത് അവർക്ക് നിത്യജീവൻ നൽകണമേ എന്നുള്ള വലിയ പ്രാർത്ഥന. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കൈക്കൊള്ളണമേ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ കർത്താവേ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. ഈ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കൈക്കൊള്ളണമേ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും വേണ്ടത്ര ഒരുക്കമില്ലാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം, ആത്മഹത്യ, കൊലപാതകം, അപകട മരണങ്ങൾ, വേണ്ടത്ര ഒരുക്കം ലഭിച്ചില്ല അവരുടെ ജീവിതത്തിൽ. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ള എല്ലാ ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിത്യശാന്തി നൽകി അവരെ അനുഗ്രഹിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമയാണ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച്, കർത്താവേ, കൈക്കൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ചേർന്ന് പാടിക്കേ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. എല്ലാവരും പ്രാർത്ഥിച്ചേ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന നിമിഷങ്ങളും സമയങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. പലപ്പോഴും ഞങ്ങൾ മറന്നുപോയി, പലപ്പോഴും ഞങ്ങൾക്ക് സമയം കിട്ടിയപ്പോൾ വേണ്ടാന്ന് വെച്ചു.
പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന സമയത്തൊക്കെ പലപ്പോഴും അവരെ മറന്നുപോയി. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും വിട്ടുപോയി. കർത്താവെ, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പേ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്നും അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ ശാന്തി അവർക്കെല്ലാവർക്കും ലഭിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മരണഭയം മാറുന്നു, നിന്റെ ദുഃഖം മാറുന്നു, നിന്റെ ജീവിതത്തിലെ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കൈക്കൊള്ളണമേ കർത്താവെ ആഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പാടട്ടെ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ, വിശ്വാസമോടെ ഓ കർത്താവേ, ദാസൻ ചെയ്യും ബലിയാണ് നാഥ, തിരുസന്നിധിയിൽ എല്ലാവരും ആഗ്രഹിച്ച് ചേർന്ന് പാടിക്കേ. കൈക്കൊള്ളണമേ കർത്താവേ, കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ, വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം ഇതാ വിശ്വസിക്കൂ, നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ്. നമ്മുടെ പ്രാർത്ഥന വഴി അവർക്ക് സ്വർഗപ്രവേശനം ലഭിക്കും. എന്നും വിശ്വസ്തയോടുകൂടെ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു തീരുമാനത്തോടുകൂടെ ദൈവമേ ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന.